Hello everyone, welcome to Lenno. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന്റെ മൊഡ്യൂൾ 8 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 8ന്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം. മൊഡ്യൂൾ 8ന്റെ സിലബസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മെയിനായിട്ട് നമുക്ക് 4 പോയിന്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇല്യൂമിനേഷൻ ആൻഡ് ലോസ് ഓഫ് ഇല്യൂമിനേഷനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ലാമ്പ്, ടൈപ്സ് ഓഫ് ലാമ്പ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കണം. ദെൻ നമ്മുടെ സെമി കണ്ടക്ടർ, അതിൻ്റെ പി ടൈപ്പ്, എൻ ടൈപ്പ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഇവരുടെ ക്ലാസിഫിക്കേഷനും അവരുടെ ഡെഫിനിഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ്. ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ 8ന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽസിനെ നമുക്ക് തന്നെ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. സോ ഇവരുടെ ഡിഫറൻസ് എന്താണ്? കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇലക്ട്രിസിറ്റിയെ വളരെ ഈസി ആയിട്ട് പാസ് ചെയ്ത് വിടും. അതേസമയം ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനെ പോലെ ഒരു ഗുഡ് കണ്ടക്ടേഴ്സ് അല്ല. കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടുന്നത് പോലെ സെമി കണ്ടക്ടേഴ്സ് പാസ് ചെയ്ത് വിടുന്നില്ല. അതേസമയം ഇൻസുലേറ്റേഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് റെസിസ്റ്റ് ചെയ്യുകയില്ല. ഇതിന്റെ ഇടയ്ക്കായിരിക്കും, ഈ കണ്ടക്ടേഴ്സിന്റെ ഇൻസുലേറ്റേഴ്സിന്റെ ഇടയ്ക്കായിരിക്കും സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് ആണ്. അതായത് നമ്മുടെ വാലൻസ് ബാൻഡ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ടല്ലോ, വാലൻസ് ഷെല്ല്, ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ് അടുത്തയിലോട്ട് പാസ്സായി പോയിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടാവുന്നത്. സോ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നുമില്ല. സോ ഇവർക്ക് ഈസി ആയിട്ട് പാസ് ചെയ്ത് അടുത്തയിലോട്ട് പോകാൻ സാധിക്കും. അതേസമയം ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ഇലക്ട്രോൺസിന് ചാടിക്കടക്കാവുന്നതിനേക്കാൾ കൂടുതൽ ബാൻഡ് ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. സോ ദേ ക്യാൻ പാസ് ത്രൂ ദി കണ്ടക്ഷൻ ബാൻഡ്. ഇത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസിന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തത്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലോട്ട് വരുമ്പം ഈ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സിന്റെ അത്രയും വലുതല്ലെന്നുണ്ടെങ്കിലും ഇവർക്കുണ്ട്, ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. സോ നമ്മൾ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എങ്ങോട്ട് പോകാൻ സാധിക്കും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ സാധിക്കും. ഇനി നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസിലെ ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളണേ, ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ. ഒരു പ്യൂർ സിലിക്കൺ ക്രിസ്റ്റൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 4 ഇലക്ട്രോൺസ് കാണും. ഈ 4 ഇലക്ട്രോൺസ് അതിന്റെ നെയ്ബറിംഗ് ഇലക്ട്രോൺസ് ആയിട്ട്, അതായത് ഇതൊരു സിലിക്കൺ ആണ്, അപ്പൊ അതിന്റെ വാലൻസിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 ഇലക്ട്രോൺസ് നെയ്ബറിംഗ് സിലിക്കൺ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആറ്റംസും എപ്പോഴും എങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, സ്റ്റെബിലിറ്റി നേടാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ സ്റ്റെബിലിറ്റി ആവുന്നത്? നമ്മുടെ ഓരോ ആറ്റത്തിന്റെയും ഓരോ ഓർബിറ്റൽസിലും എത്ര ഇലക്ട്രോൺസ് വേണമെന്ന് നമുക്ക് 2n² എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. ആദ്യത്തില് KL 2, L 8, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഓരോ ഓർബിറ്റൽസും ഇങ്ങനെ ഫിൽ ആയിരിക്കുന്ന സമയത്താണ് അവർ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. സോ ദേ ആർ ഓൾവേസ് ട്രൈങ് ടു ബി ഫിൽഡ്. അപ്പോൾ ഈ സിലിക്കണിന്റെ ഇവിടെ 4 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ, ഈ ഒരു എക്സ്ട്രാ 4 ഇലക്ട്രോൺസ് വരെ കിട്ടിയാലേ അവർ സ്റ്റേബിൾ ആവുള്ളൂ. സോ ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ നെയ്ബറിംഗ് സിലിക്കൺ ആറ്റംസിന്റെ വാലൻസിലുള്ള 4 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്തരത്തിൽ ഷെയർ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് ആവും. അതായത് ഇവിടെ നോക്കൂ, ഈ ഒരു ഇതില് ഇത് 1 2 3 4, ഇവിടെ ഒന്നുകൂടെ വരും. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസ് ഇവന്റെ ആയിരിക്കും, പിന്നെ അടുത്തുള്ള 4 ഇലക്ട്രോൺസ് നെയ്ബറിംഗിന്റെ ആയിരിക്കും. സോ ഇവനെ സംബന്ധിച്ച് ഇവന് 4 ഇലക്ട്രോൺസ് അതിൻ്റെതായിട്ടുണ്ട്, പിന്നെ 4 ഇലക്ട്രോൺസ് അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി ദേ ആർ സ്റ്റേബിൾ. അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്റ്റിക്ക് ടുഗദർ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. സോ ഇത്തരത്തില് ആറ്റംസ് ഇലക്ട്രോൺസിനെ, വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഒരു കോവാലന്റ് ബാൻഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു ഫുൾ ഓഫ് അപ്പം 8 ഇലക്ട്രോൺസ് ആയി മാറിയല്ലോ. സോ അങ്ങനെ അവർ സ്റ്റെബിലിറ്റി നേടും. ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ ടൈപ്സിലോട്ട് വരികയാണെങ്കിൽ ഇന്റൻസീവ് സെമി കണ്ടക്ടേഴ്സ്, എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് രണ്ടാക്കി തിരിക്കാം. അത് എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ സിലിക്കൺ ആറ്റംസ് മാത്രമുള്ള ഒരു സെറ്റിനെ കുറിച്ച്, ഇവരെയാണ് നമ്മൾ ഇൻട്രിൻസിക് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. കാരണം ഈ ഒരു ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സോളിഡ് ലാറ്റിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആര് മാത്രമേ കാണുള്ളൂ? സിലിക്കൺ മാത്രമേ കാണുള്ളൂ. സോ ഇവരുടെ
ഈ ഒരു കണ്ടക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഇമ്പ്യൂർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അതായത് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. ആഡിങ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് എങ്ങോട്ടാണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് ഇമ്പ്യൂരിറ്റി ആറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എന്തിന് ഡോപ്പിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിൽ ഒരൊറ്റ ആറ്റം മാത്രമേ കാണുള്ളൂ. ഒറ്റ ആറ്റം മീൻസ് ഒരു ടൈപ്പ് ആറ്റം മാത്രമേ കാണുള്ളൂ. ആ ഒരു സോളിഡ് ലാറ്റിസിനകത്ത് ഫുൾ സിലിക്കൻ്റെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും സിലിക്കൺ ആയിരിക്കും, വേറൊന്നും കാണില്ല. സോ അതിലോട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യും. എന്തിനു വേണ്ടി? കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സിന് ഡോപ്പിംഗ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ഇസ് നോൺ ആസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ എൻ ടൈപ്പ്, പി ടൈപ്പ് എന്ന് പറഞ്ഞ് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത് എന്തിന്റെ ബേസിലെന്ന് വെച്ചാൽ നമ്മൾ ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ ബേസിലായിരിക്കും. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന ഡോപ്പിങ്ങിന്റെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒരു ഫിഫ്ത്ത് ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണെങ്കിൽ അത് എൻ ടൈപ്പ് ആയിട്ടും, തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആണെങ്കിൽ അത് പി ടൈപ്പ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയായിരിക്കും? 5 ഇലക്ട്രോൺസ് ആണ്. നമ്മുടെ സിലിക്കണിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുണ്ട്? സെമി കണ്ടക്ടേഴ്സിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട്? 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ നമുക്ക് ആ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ലായി സ്റ്റേബിൾ ആവാനായിട്ട് നമുക്ക് ടോട്ടലി വേണ്ടത് എത്ര ഇലക്ട്രോൺസ് ആണ്? 8 ഇലക്ട്രോൺസ് ആണ്. ഓൾറെഡി നമുക്കിവിടെ 4 ഇലക്ട്രോൺസ് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിന്റെ സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട്. സോ നമ്മളൊരു ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ് ഒരു ഡോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര പേര് വരും? 5 പേരുണ്ടാവും. 1 2 3 4 5. സോ ഈ ഇലക്ട്രോൺസും ഇവനും തമ്മിൽ ഷെയറിങ് നടക്കും. ഇവനും തമ്മിൽ ഷെയറിങ് നടക്കും. ഇവനും തമ്മിൽ ഷെയറിങ് നടക്കും. ഇവനും തമ്മിൽ ഷെയർ നടക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അഞ്ചാമത്തവന് ഷെയർ ചെയ്യാൻ ഇവിടെ ഒരു ഹോൾ ഇല്ല. സോ എന്ത് ചെയ്യും? ഇവനൊരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ നമ്മൾ ഒരുപാട് ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റായിട്ട് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രോൺസ്, ഇതുപോലത്തെ ഫ്രീ ഇലക്ട്രോൺസ് അവിടെ കാണാം. ഇലക്ട്രോൺസ് ഇവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് കാരണമായിരിക്കും അവിടെ ഒരു കണ്ടക്ഷൻ നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോൺസ് അല്ലേ മെയിൻ ആയിട്ട്, ഇലക്ട്രോൺസ് കാരണമാണല്ലോ ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എൻ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു നടുക്കത്ത് നോക്കുകയാണെങ്കിൽ ഇവർ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു, ഇവിടെ ഷെയറിങ് നടന്നു. ഇവിടെ ഒരു എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇതുപോലെ ഓരോ ആഴ്സനിക്കിന്റെ നിന്നും ഈ ഇതുപോലെ ഫ്രീ ഇലക്ട്രോൺസ് രൂപപ്പെടും. അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ടിവിറ്റി കൂടുന്നത് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒരുപാട് ഡോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. So this is the n-type semiconductors. നമ്മുടെ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് n-type semiconductors ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു പി ടൈപ്പിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്കിന് നമ്മുടെ സെമി കണ്ടക്ടർ സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ തേർഡ് ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 3 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവർ തമ്മിൽ ഷെയർ ചെയ്യും, ഇവർ തമ്മിൽ ഷെയർ ചെയ്യും, ഇവർ തമ്മിൽ ഷെയർ ചെയ്യും. ഈ സെമി കണ്ടക്ടേഴ്സിന്റെ നാലാമത്തെ ആൾ വരുമ്പോഴത്തേക്ക് ഇവിടെ പകരമുള്ളത് ആരാണ്? ഹോളാണ്. ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഹോളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഷെയറിങ് ഇവിടെ നടക്കില്ല. ഇതുപോലെ നമ്മൾ ഗാലിയം അല്ലെങ്കിൽ ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ഒരുപാട് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് എത്ര നമ്പർ ഓഫ് ഹോൾസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. സോ ഈ നമ്പർ ഓഫ് ഹോൾസ് കാരണമാണ് ഇവിടുത്തെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഈ ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സും ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സ് ആയി വരുന്നത് കൊണ്ടാണ് ഈ ടൈപ്പ്, അതായത് തേർഡ് ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ഡോപ്പ് ചെയ്ത ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇവിടെ ഹോൾസ് പി ടൈപ്പ് എലമെന്റ് ഡോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുന്നത് ആരാണ്? ഹോൾസ് ആണ്. ഹോൾസ് കാരണമാണ് കണ്ടക്ടിവിറ്റി കൂടുന്നത്. സോ ദീസ് കൈൻഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ പി ടൈപ്പിന്റെയും എൻ ടൈപ്പ് മെറ്റീരിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പി എൻ ജംഗ്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പി ടൈപ്പ് മെറ്റീരിയൽസും എൻ ടൈപ്പ് മെറ്റീരിയൽസും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കാണ് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. പി എൻ ജംഗ്ഷൻ വെച്ചാൽ ഈ പി ടൈപ്പ് മെറ്റീരിയൽ എൻ ടൈപ്പ് മെറ്റീരിയൽ കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെയാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്.
ഇത്തരത്തിൽ നമ്മൾ അപ്പം പി ടൈപ്പിനകത്ത് ആരാണുള്ളത്? പി ടൈപ്പിനകത്തുള്ളത് ഫ്രീ ഹോൾസ് ആണ്, എൻ ടൈപ്സിനകത്തുള്ളത് ഫ്രീ ഇലക്ട്രോൺസും ആണ്. ഒരിടത്ത് ഇലക്ട്രോൺസും ഉണ്ട്, ഒരിടത്ത് ഹോൾസും ഉണ്ട്. സോ ഇവർ തമ്മിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ്, ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ റീജിയൻ എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? പി ടൈപ്പിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. കാരണം എന്താ? ഇവിടെ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് പാസ് ചെയ്ത് വന്ന് ഈ ഹോൾസിലോട്ട് റീകമ്പൈൻ ചെയ്യും. അങ്ങനെ ഒരു ഇലക്ട്രോൺ എൻ ടൈപ്പിൽ നിന്നും പി ടൈപ്പിലോട്ട് ഒന്ന് റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എലിമിനേഷൻ ഓഫ് ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എലിമിനേഷൻ ഓഫ് വൺ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് വൺ ഹോൾ. ഒരു ഹോളും ഒരു ഫ്രീ ഇലക്ട്രോണും അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ഇത്തരത്തിൽ ഒരു ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ നിന്നും പി ടൈപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് അയോൺ ലീവ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഹോള് അത് എലിമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നെഗറ്റീവ് അയോൺ ഫോം ചെയ്യും. ഇത്തരത്തിൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ജംഗ്ഷന് രണ്ട് സൈഡിലായിട്ട്, ഒരു സൈഡിൽ പി ടൈപ്പിൽ പോസിറ്റീവ് അയോൺസും എൻ ടൈപ്പിൽ നെഗറ്റീവ് അയോൺസും ഫോം ചെയ്യാൻ തുടങ്ങും. ഈ അയോൺ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അവരൊരിക്കലും മൂവ് ചെയ്യില്ല. ദസ് എ ലെയർ ഓഫ് ഫിക്സഡ് ചാർജസ് ഫൗണ്ട് on the two sides of the junction. അതായത് ഈ ജംഗ്ഷൻ അക്രോസ് ഒരു ഫിക്സഡ് ലെയർ ഓഫ് പോസിറ്റീവ് ലെയറും ഒരു നെഗറ്റീവ് ലെയറും, പോസിറ്റീവ് ലെയർ എൻ സൈഡിൽ പോസിറ്റീവ് ലെയറും പി സൈഡിൽ ഒരു നെഗറ്റീവ് ലെയറും ഫോം ചെയ്യും. സോ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ അപ്പം പോസിറ്റീവ് സൈഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ എൻ സൈഡിലും വരും, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ പി സൈഡിലും വരും. ഇത്തരത്തിൽ ഇവരിങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ജംഗ്ഷൻ അക്രോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ജംഗ്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ബാരിയർ എന്നാണ് പറയുന്നത്. സോ ഈ സൈഡ് ടു സൈഡുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാരിയർ ഡിസ്റ്റൻസ് എന്നും പറയുന്നത്. സോ ഇത്തരത്തിൽ ഡിഫ്യൂഷൻ സംഭവിക്കുന്നുണ്ടല്ലോ, അതായത് പി ആൻഡ് എൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ എൻ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺസ് പി മെറ്റീരിയലിൽ ഹോൾസോട്ട് അട്രാക്ട് ചെയ്തിട്ട് അവർ ഡിഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിഫ്യൂഷൻ കാരണം ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എവിടെ? ജംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആസ് എ റിസൾട്ട് മെറ്റീരിയൽ എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക് കണ്ടക്ട് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡല്ല, വൺ സൈഡ് മാത്രമായിട്ട് കണ്ടക്ട് ചെയ്യും. സോ ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ വൺ സൈഡിൽ അതെന്തോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ഒരേ ഒരു സൈഡിൽ വൺ ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഇത് അലോ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഇതിന് ബയാസിംഗ് ഉണ്ട്, പി എൻ ജംഗ്ഷൻ ബയാസിംഗ്, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് മെയിനായിട്ട് ഡയോഡ്സിലാണ് നോക്കേണ്ടത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്സ് ആണ് നോക്കാനുള്ളത്. സോ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമുക്കിനി ഡയോഡ്സിലോട്ട് പോവാം. സോ ഡയോഡ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഡയോഡ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൺ വേ സ്വിച്ച് ഫോർ കറണ്ട്. കറണ്ടിനെ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പറയാം. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ അതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പ്രിൻസിപ്പിൾ. അത് ഡിഫ്യൂഷൻ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. ഒരു ഡിഫ്യൂഷൻ കാരണം വൺ സൈഡ് മാത്രമായിരിക്കും കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ അലോ ചെയ്യുന്നില്ല. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നൊരു എക്സാമ്പിൾ ആണ്. വേറെയും ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. ഷോർട്ട് കിറ്റ് ഡയോഡ് ഉണ്ട്, വാലാക്റ്റഡ് ഡയോഡ്സ് ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, നമ്മൾ LED ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ വൺ ഡയറക്ഷനിലായിട്ടായിരിക്കും ഇത് കറണ്ട് പാസ് ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് ഡയോഡ്സിനെ കുറച്ച് ഫാക്ടേഴ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അതിന് ലോ പവർ, മീഡിയം പവർ, ഹൈ പവർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആ നെയിമിൽ തന്നെ ക്ലിയർ ചെയ്യും. ലോ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് സെവറൽ മില്ലി വോൾട്സിലുള്ള പവറിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡ്സ് ആണ്. അത്തരം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് ലോ പവർ ഡയോഡ് എന്ന് പറയുന്നത്. മീഡിയം പവർ എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് സെവറൽ വോട്ട്സിലോട്ട് വരും. ഹൈ പവർ എന്ന് പറയുമ്പോൾ സെവറൽ ഹൺഡ്രഡ്സ് ഓഫ് വോട്ട്സിലോട്ടും വരും. സോ നമ്മുടെ പവറിനനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് മീഡിയം പവർ, ഹൈ പവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് ഡയോഡ്സിനെ മൂന്നാക്കി തിരിക്കാം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻസ്,
നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുള്ളത് വെച്ചിട്ടും നമുക്ക് ഡയോഡ്സിനെ സിഗ്നൽ ഡയോഡ്, സ്വിച്ചിങ് ഡയോഡ്, റെക്ടിഫയർ ഡയോഡ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. സിഗ്നൽ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പവറിന്റെ റേഞ്ച് വെച്ചാൽ ലോ പവർ ഡയോഡ്സ് ആയിരിക്കും. ഇവരെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സിലായിരിക്കും, റേഡിയോ റിസീവേഴ്സിലൊക്കെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സിഗ്നൽ ഡയോഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകണം, നമ്മൾ സിഗ്നൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ടും സിഗ്നൽ മിക്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ലോ പവർ ഡയോഡ്സ് ആണ് സിഗ്നൽ ഡയോഡ്സ്. സ്വിച്ചിങ് ഡയോഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും, നമ്മൾ തന്നെ ഫാസ്റ്റ് സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയുള്ള ഓൺ ഓഫ് സർക്യൂട്ട്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ 0, 1 ഒക്കെ വെച്ചിട്ട് ഓൺ ഓഫ് എന്നൊക്കെ വെച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ഇതും ലോ പവർ ഡയോഡ്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ സ്വിച്ചിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോ പവർ ഡയോഡ്സ് ആണ് സ്വിച്ചിങ് ഡയോഡ്സ്. റെക്ടിഫയർ ഡയോഡ് എന്ന് പറഞ്ഞാൽ, റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AC to DC കൺവേർട്ടേഴ്സ് ആണ് റെക്ടിഫയേഴ്സ്. സോ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഡയോഡ് നമ്മൾ പറഞ്ഞ ഓൺലി വൺ ഡയറക്ഷനല്ലേ അലോ ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു റെക്ടിഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിപ്പോ AC നമ്മളിങ്ങനെ വരുന്നുണ്ട്, AC വരുന്ന സമയത്ത് ഇപ്പം ഡയോഡ്സ് നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ഓൺലി പോസിറ്റീവിനെ മാത്രമേ ഇത് പാസ് ചെയ്ത് വിടത്തുള്ളൂ, നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യും. സോ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. സോ ഇതിന് AC to DC കൺവേർഷൻ ആണ് വരുന്നത്. സോ റെക്ടിഫയർ ഡയോഡിന്റെ നമുക്ക് വേണമെങ്കിൽ റെക്ടിഫയർ എന്നും പറയാം. സോ റെക്ടിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ പവറിലായിരിക്കും അതിന്റെ പവർ റേഞ്ച് വരുന്നത്. പവർ സപ്ലൈസിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ കൺവേർട്ടിങ് AC to DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റെക്ടിഫയർ ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ബേസ്ഡ് ഓഫ് മാനുഫാക്ചറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ പോയിന്റ് കോണ്ടാക്ട് ഡയോഡ് എന്നും ജംഗ്ഷൻ ഡയോഡ് എന്നും രണ്ടാക്കി തിരിക്കാം. പോയിന്റ് കോണ്ടാക്ട് ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു മെറ്റൽ നീഡിലും പിന്നെ നമ്മുടെ സ്മോൾ ജെർമേനിയം ആൻഡ് സിലിക്കൺ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു മെറ്റൽ നീഡിലിനെ നമ്മളൊരു പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കും, അതായത് ഒരു പോയിന്റ് കോണ്ടാക്ട് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്. എ മെറ്റൽ നീഡിൽ ഈസ് കണക്റ്റഡ് വിത്ത് പ്രഷർ ഓൺ ടു എ സ്മോൾ ജെർമേനിയം ഓർ സിലിക്കൺ. അതുപോലെ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ തന്നെ PN ജംഗ്ഷൻ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ല, അതുപോലെ P ടൈപ്പ് N ടൈപ്പും തമ്മിൽ കമ്പൈൻ ചെയ്ത് ആ ഒരു ജംഗ്ഷൻ ഫോം ചെയ്തിട്ടായിരിക്കും അവിടെ ഒരു ഡയോഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുക. സോ ബേസ്ഡ് ഓൺ ദി മാനുഫാക്ചറിംഗ് ടെക്നിക്ക് നമുക്ക് പോയിന്റ് കോണ്ടാക്ട് ഡയോഡ് എന്നും ജംഗ്ഷൻ ഡയോഡ് നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. സോ റെക്ടിഫയേഴ്സ് ആണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. റെക്ടിഫയേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC കറണ്ടിനെ DC കറണ്ട് ആക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. ഡയോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. AC DC ആക്കുന്ന പ്രോസസ്സിനെ റെക്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ നമുക്ക് റെക്ടിഫയേഴ്സിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അൺകൺട്രോൾഡ് റെക്ടിഫയറും കൺട്രോൾഡ് റെക്ടിഫയറും. അൺകൺട്രോൾഡ് റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സിന്റെ വോൾട്ടേജിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വോൾട്ടേജ് കനോട്ട് ബി കൺട്രോൾഡ്, അതുകൊണ്ടാണ് പേര് വന്നത് അൺകൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ അൺകൺട്രോൾഡ് റെക്ടിഫയറിനെ നമുക്ക് ഫർദർ രണ്ടാക്കി തിരിക്കാം, ഹാഫ് വേവ് റെക്ടിഫയർ എന്നും ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എന്നും. കൺട്രോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൽ വരുന്നതാണ് ഹാഫ് വേവും ഫുൾ വേവും. സോ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. നമുക്കറിയാം എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡയോഡ് ആയിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ കൊടുക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC ആണ് കൊടുക്കുന്നത്. സോ ഇതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് പാസ് ചെയ്ത് വിടും. സോ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് ഇതെന്തായിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും, റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് അത് പാസ് ചെയ്ത് വിടത്തില്ല. അഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് അത് വീണ്ടും പാസ് ചെയ്ത് വിടും. സോ ഇത് ഇങ്ങനെ ഒരു DC ഫോമിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഫോർവേഡ് ബയസ്ഡും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് സെക്കൻഡറി ഇത് നെഗറ്റീവ് റിവേഴ്സ് ബയസ്ഡും ആയിട്ടായിരിക്കും നമുക്ക് AC DC ആക്കി ഹാഫ് വേവ് റെക്ടിഫയറിൽ കിട്ടുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് സിഗ്നൽ ഡീമോഡുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും സിഗ്നൽ പീക്ക് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഒരുപാട് പവർ ലോസ് ഉണ്ടാവുന്നു, ദെൻ ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് റിപ്പിൾസ് ഉണ്ടാവും. ദ ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് റിപ്പിൾസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ
നമ്മൾ ഫുൾ വേവ് റെക്ടിഫയേഴ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടും ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്തിട്ടും ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കേസിൻ്റെ എടുക്കുകയാണെങ്കിൽ, അതായത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ നോക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഫിഗർ ആണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു AC ഇൻപുട്ടാണ് വരുന്നത്. AC ഇൻപുട്ട് വരുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ AC ഇൻപുട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെന്നിരിക്കട്ടെ. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ പോയിന്റ് എയിൽ വരുന്ന സമയത്ത് അത് ഏത് വഴി പാസ് ചെയ്ത് പോകും? ഇത് പോയിന്റ് ബി, ഇത് എ ഇരിക്കട്ടെ. ഇത് ഏത് വഴി പാസ് ചെയ്ത് പോകും? ഇത് D1 വഴി പാസ് ചെയ്യും. കാരണം D1 ഫോർവേഡ് ബയസ്ഡ് ആവും, D4 എന്നാൽ റിവേഴ്സ് ബയസ്ഡ് ആവും. സോ D1 വഴി വന്ന് ലോഡ് വഴി കയറി ഇത് D2 വഴി തിരിച്ച് ഇൻപുട്ടിലോട്ട് പോകും. സോ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് ഏത് വഴി പോകും? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് D4 വഴി പാസ് ചെയ്യും. D4 വഴി പാസ് ചെയ്ത് വന്ന് ഈ ലോഡ് വഴി കയറി ഇത് D3 വഴി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്കിവിടെ എന്തുണ്ട്? ഒരു ഔട്ട്പുട്ട് കിട്ടും. ഹാഫ് വേവില് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരുന്നു ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം ഫുൾ വേവില് പോസിറ്റീവിലും നെഗറ്റീവിലും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. സോ ഇതെന്ത് ചെയ്യും? AC കൺവേർട്ടഡ് ഇൻറ്റു DC ആയിട്ട് മാറും. ഇനി നമ്മൾ ഈ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും? പോയിന്റ് A എന്ന് പറയുന്നത് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് പോയിന്റ് B ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? പോയിന്റ് A എന്ന് പറയുന്നത് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് പോയിന്റ് C ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് D1 വഴി പാസ് ചെയ്ത് ഈ ലോഡ് വഴി കയറി സിയിലെത്തുക ചെയ്യുന്ന. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് പോയിന്റ് B എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് പോയിന്റ് സിയിൽ ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആവും. സോ പോയിന്റ് B വഴി പാസ് ചെയ്ത് ലോഡ് വഴി കയറി പോയിന്റ് സിയിലെത്തും. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയസ്ഡും D2 റിവേഴ്സ് ബയസ്ഡും ആവുകയും D1 പാസ് ചെയ്യുകയും ചെയ്യുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ഫോർവേഡ് ബയസ്ഡും D1 റിവേഴ്സ് ബയസ്ഡ് ആവുകയും D2 വഴി പാസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ നടത്തുന്നതാണ്. ബ്രിഡ്ജ് റെക്ടിഫയേഴ്സിന്റെ കേസ് നമ്മൾ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫോമറിൽ 2 ഡയോഡ്സും ട്രാൻസ്ഫോമറും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിനെ വെച്ച് നോക്കുമ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിനുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് നോക്കാം. ഇതില് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാഫ് വേവിനേക്കാളും ഡബിൾ ആയിരിക്കും ഫുൾ വേവിന്റെ കേസിൽ. അതായത് ഇപ്പോൾ ഹാഫ് വേവിൽ 40.6% ആണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എങ്കിൽ ഫുൾ വേവിൽ നമുക്കത് 81.2% റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ദെൻ അതുപോലെ റിപ്പിൾ ഫാക്ടർ, നമ്മൾ ഹാഫ് വേവിന്റെ കേസിൽ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ആണ് റിപ്പിൾ ഫാക്ടർ ഉണ്ടെന്ന് പറയുന്നത്. സോ ആ റിപ്പിൾ ഫാക്ടർ നമ്മൾ ഫുൾ വേവിന്റെ കേസിൽ കുറവായിരിക്കും. വാല്യൂ ഓഫ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഫുൾ വേവിന് 0.482 ആണ്, അതേസമയം ഹാഫ് വേവിന് 1.21 ആയിരിക്കും. ദെൻ നമ്മൾ ഫുൾ വേവിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കമ്പയർ നോക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് പവറും ഹയർ ആയിട്ടാണ് കിട്ടുന്നത്. ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? സർക്യൂട്ട് എലമെന്റ്സ് ഹാഫ് വേവ് റെക്ടിഫയറിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. നമ്മൾ അവിടെ ഒരു ഡയോഡ് യൂസ് ചെയ്ത സ്ഥാനത്ത് ഇവിടെ ബ്രിഡ്ജിലാണെങ്കിൽ 4 ഡയോഡ്സ് വേണം, സെൻറ്റർ ടാപ്പിലാണെങ്കിൽ 2 ഡയോഡ്സും ഒരു ട്രാൻസ്ഫോമറും വേണം. സോ ഇവിടെ സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കൂടുതലാണ്. അപ്പം എന്ത് സംഭവിക്കും? കോസ്റ്റും അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ വരുന്നത്. റെക്ടിഫയറിന്റെ ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തെയായിരുന്നു കൺട്രോൾ റെക്ടിഫയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ SCR, MOSFET, IGBT ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു അൺകൺട്രോൾ റെക്ടിഫയറിനെ കൺട്രോൾ റെക്ടിഫയർ ആക്കി മാറ്റുന്നത്. ഈ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഇതിലും നമുക്ക് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറും ഫുൾ വേവ് കൺട്രോൾ റെക്ടിഫയറും ഉണ്ട്. നമ്മുടെ ഹാഫ് വേവ് അൺകൺട്രോൾ റെക്ടിഫയർ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത റെക്ടിഫയേഴ്സിൽ എന്തായിരുന്നു? ഡയോഡാണ് വന്നുകൊണ്ടിരുന്നത്. അതിന്റെ സ്ഥാനത്ത് നമ്മൾ SCR യൂസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ കിട്ടുന്നത്. ഹാഫ് വേവ് അൺകൺട്രോൾഡ് റെക്ടിഫയറിന്റെ ഡയോഡിന്റെ സ്ഥാനത്ത് SCR വെക്കുമ്പോൾ ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ നമുക്ക് കിട്ടും. സോ ഇത് നമ്മുടെ വോൾട്ടേജ് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. SCR, MOSFET, IGBT ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അൺകൺട്രോൾ റെക്ടിഫയേഴ്സിനെ കൺട്രോൾഡ് വണ്ണാക്കി മാറ്റുന്നത്.
Next നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് നോക്കാം. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് അതിലോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ട്രാൻസിസ്റ്റേഴ്സിനെ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ്, ഫീൽഡ് എഫക്റ്റ്, യൂണിറ്റ് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവർ ഇതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ദെൻ ഇതാണ് NPN ട്രാൻസിസ്റ്റർ, ഇത് NPN ട്രാൻസിസ്റ്ററും ആണ്. 3 ടെർമിനൽ ഉണ്ട്, കളക്ടർ, ബേസ്, എമിറ്റർ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ബൈപോളർ ട്രാൻസിസ്റ്റേഴ്സിൽ 2 ഓപ്പോസിറ്റ് പൊളാരിറ്റി ഓഫ് ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് P ടൈപ്പും N ടൈപ്പും. P ടൈപ്പും N ടൈപ്പും യൂസ് ചെയ്തിട്ടായിരിക്കും BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ. P-യും N-ഉം തമ്മിലും N-ഉം P-യും തമ്മിലും. ഇവിടെയും N-ഉം P-യും തമ്മിലും രണ്ടിപ്പോൾ 2 ജംഗ്ഷൻസ് ആണ്. 2 ജംഗ്ഷൻസ് ആണ് BJTയിൽ വരുന്നത്. അതുപോലെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓഫ് ചാർജ്ഡ് കാരിയേഴ്സ് ആണ് ഇതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവർക്കാണെങ്കിൽ ഇവിടെ കളക്ടർ, ബേസ്, എമിറ്റർ പറഞ്ഞ സ്ഥാനത്ത് ഇവരുടെ പറഞ്ഞത് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആയിരിക്കും. ഇവർക്കും 2 ജംഗ്ഷൻസ് വരുന്നുണ്ട്. P-ന്റെയും N-ന്റെയും 2 ജംഗ്ഷൻസ് വരുന്നുണ്ട്. ഇത് N ചാനൽ മോസ്ഫെറ്റും ഇത് P ചാനൽ മോസ്ഫെറ്റും ആണ്. ഇനി നമ്മൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം, ഒറ്റ ജംഗ്ഷനേ ഉള്ളൂ. P-ന്റെ N-ന്റെ കൂടെ ഒരൊറ്റ ജംഗ്ഷൻ ആണ് വരുന്നത്. ഇവിടെയും P ടൈപ്പ് N ടൈപ്പ് യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു എമിറ്ററും 2 ബേസ് B1 B2 എന്ന് പറഞ്ഞിട്ട് 2 ബേസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ട്രാൻസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബൈപോളാർ, ഫീൽഡ് എഫക്ട്, യൂണിറ്റ് ജംഗ്ഷൻ എക്സെട്ര അങ്ങനെ പോകുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സൈസ്, വെരി സ്മോൾ ഇൻ സൈസ് ആണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഹീറ്റിന്റെ ഫോമിൽ വളരെ കുറച്ച് പവർ മാത്രമേ നമുക്ക് നഷ്ടമുള്ളൂ. മിനിമം പവർ ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ദെൻ ലോ ഓപ്പറേറ്റീവ് വോൾട്ടേജ്, റഗ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ, പിന്നെ ലോങ് ലൈഫ് ആൻഡ് ചീപ്പ്, വളരെ കോസ്റ്റ് കുറവാണ്, അതുപോലെ ലോങ് ലൈഫും ആണ്. സോ ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? BJT, FET, യൂണി ജംഗ്ഷൻ ആണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ ഈ പറഞ്ഞൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും. കുറച്ച് ഫാക്ടേഴ്സിന്റെ ബേസിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ജെർമേനിയം ട്രാൻസിസ്റ്റർ, സിലിക്കൺ ട്രാൻസിസ്റ്റർ നമ്മൾ ഉണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ നമ്മൾ ഇനി P and N ജംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നത്, അപ്പോൾ ആദ്യം P, രണ്ടാമത് N, മൂന്നാമത് P, അല്ലെങ്കിൽ ആദ്യം N, 2 P, പിന്നെ അങ്ങനെ നമ്മൾ P and N ജംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്ന ബേസിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് NPN ട്രാൻസിസ്റ്റർ എന്നും PNP ട്രാൻസിസ്റ്റർ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ഇനി പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, മീഡിയം പവർ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഹൈ പവർ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ലോ പവർ എന്ന് പറയുമ്പോൾ റേഞ്ച് 2 watts ഒക്കെ <2 watts ആയിരിക്കും. ഇനി മീഡിയം പവർ എന്ന് പറയുമ്പോൾ 2 to 10 ആയിരിക്കും. ഹൈ പവർ എന്ന് പറയുമ്പോൾ >10 watts ആയിരിക്കും പവർ ഹാൻഡ്ലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസിയുടെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫ്രീക്വൻസിയുടെ ബേസിൽ നമുക്ക് ലോ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സിനും ഹൈ ഫ്രീക്വൻസി ട്രാൻസിസ്റ്റേഴ്സിനും ക്ലാസിഫൈ ചെയ്യാം. ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി ഒക്കെയാണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് മാനുഫാക്ചറിങ് മെത്തേഡ്, ഏത് രീതിയിലാണ് മാനുഫാക്ചർ എടുക്കുന്നതിന്റെ ബേസിൽ നമുക്ക് ഗ്രൗണ്ട് ജംഗ്ഷൻ, അലോയ് ജംഗ്ഷൻ, പ്ലാനാർ കോണ്ടാക്ട്, എപ്പിടാക്സിൽ, മേസ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത്. ഇല്ലൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാം, ലൂമിനസ് ഫ്ലക്സ് റിസീവ്ഡ് ബൈ എ സർഫസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് സർഫസ്. ഒരു യൂണിറ്റ് ഏരിയ സർഫസിൽ നമ്മൾ റിസീവ് ചെയ്യപ്പെടുന്ന ലൂമിനസ് ഫ്ലക്സിന്റെ മെഷർമെന്റിന് ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് നമുക്ക് ലെക്സ് എന്ന് പറയാം. ലെക്സ് ആണ് ഇതിന്റെ യൂണിറ്റ്. ദെൻ മീറ്റർ കാൻഡിൽ, ലൂമിനസ് പെർ സ്ക്വയർ മീറ്റർ ഒക്കെയാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് ലൂമൻ ആണ്. യൂണിറ്റ് ഓഫ് ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലൂമൻ പെർ വാട്ട് ആണ്. ഈ പറയുന്ന യൂണിറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലൂമിനേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലെക്സ് ആണ്. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് ലൂമൻ ആണ്. യൂണിറ്റ് ഓഫ് ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ലൂമൻ പെർ വാട്ട് ആണ്. ദെൻ ഈ ലൂമിനസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ലൂമിനസ് ഫ്ലക്സ് ടു പവർ ആണ്. അതായത് ഒരു ലൈറ്റ് സോഴ്സ് എത്ര നന്നായിട്ടാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മെഷർമെന്റ്. ഇനി നമുക്ക് ഈ ലോസ് ഓഫ് ഇലൂമിനേഷൻ മെയിൻ ആയിട്ട് രണ്ടാണുള്ളത്, ഇൻവേഴ്സ് സ്ക്വയർ ലോയും ലാംബർട്ട്സ് കൊസൈൻ ലോയും. സോ അത് നമുക്ക് എന്താ നോക്കാം. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. സോ ഇത് പറയുന്നത് ഇല്ലൂമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ സോഴ്സ് പ്രൊവൈഡഡ് ദ ലൈറ്റ് സോഴ്സ് ഈസ് എ പോയിന്റ് സോഴ്സ്.
നമ്മൾ ലൈറ്റ് സോഴ്സ് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സും ഇത് വന്ന് ഹിറ്റ് ചെയ്യുന്ന സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് സോഴ്സ് എസ് ഉണ്ട്, 3 സർഫസ് എടുത്തിട്ടുണ്ട്, A1 A2 A3 എന്ന് പറഞ്ഞിട്ട്. A1 സോഴ്സ് ഡിസ്റ്റൻസ് ആണ് D, A2 നിന്ന് സോഴ്സ് ഡിസ്റ്റൻസ് ആണ് 2D, ആൻഡ് A3 നിന്നും സോഴ്സ് ഡിസ്റ്റൻസ് ആണ് 3D എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം ആദ്യത്തെ സർഫസ് A1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലൂമിനേഷൻ E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E1 is equal to 1/d² ആയിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ A2 സർഫസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലൂമിനേഷൻ E2 എന്തായിരിക്കും? E2 is equal to 1/2D the whole square ആയിരിക്കും. ഇനി മൂന്നാമത്തെ സർഫസ് A3 കൺസിഡർ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ഇലൂമിനേഷൻ E3 എന്ന് പറയുന്നത് 1/3D the whole square ആയിരിക്കും. സോ ഇതാണ് ഇൻവേഴ്സ് കോർല എന്ന് പറയുന്നത്. നമ്മുടെ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിനും സർഫസിനും ഉള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ പറഞ്ഞു വെക്കുന്നത്. സോ സെക്കൻഡ് ലോ ആണ് ലാംബർട്ട്സ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. സോ ലാംബർട്ട്സ് കൊസൈൻ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സർഫസ് ഉണ്ട്, ആ സർഫസിലോട്ട് ഒരു ലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യാണ്. സോ ആ ലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ലൈറ്റും ഇൻസിഡന്റ് ലൈറ്റും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ ആ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു കൊസൈൻ ഓഫ് ദാറ്റ് ആംഗിൾ തീറ്റ ആയിരിക്കും. ഇതാണ് ലാംബർട്ട്സ് കൊസൈൻ ലോ പറയുന്നത്. നമുക്ക് നോക്കാം, ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ലൈറ്റ്സിൽ. ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നമുക്ക് വീട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ് ബൾബ് തന്നെയാണ്. ഇതിനൊരു ഗ്ലാസ് എൻക്ലോഷർ ഉണ്ടാവും, അകത്തൊരു ഫിലമെന്റ് ഉണ്ടാവും. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഫിലമെന്റ് ഹീറ്റ് ആയിട്ട് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ലൈറ്റിംഗ് നടക്കുന്നത്. ദെൻ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻകാൻഡസെന്റ് ലൈറ്റിന് ഒരു എക്സ്റ്റേണൽ റെഗുലേഷൻ എക്യുപ്മെന്റിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വെരി ലോ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്, AC-യിലും DC-യിലും വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ കൺട്രോൾ ഡിവൈസസ് ആയിട്ടുള്ള അതായത് ഡിമ്മേഴ്സ്, ടൈമേഴ്സ്, ഫോട്ടോ സെൻസേഴ്സ് ഇവയായിട്ടൊക്കെ വളരെയധികം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലൈറ്റാണ് ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ്. നമുക്ക് ബോത്ത് ഇൻഡോഴ്സ് ആയിട്ടും ഔട്ട്ഡോഴ്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൊമേഴ്സ്യലായിട്ടും ഡൊമസ്റ്റിക് ആയിട്ടും ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോർട്ടബിൾ ലൈറ്റിംഗ്, അതായത് ടേബിൾ ലാമ്പ്, കാർ ഹെഡ് ലാംപ്സ്, ഫ്ലാഷ് ലൈറ്റ്സ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെക്കറേറ്റീവ് ആൻഡ് അഡ്വർടൈസിംഗ് ലൈറ്റിങ്ങിലൊക്കെ നമ്മൾ ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം ഫ്ലൂറസെന്റ് ലാമ്പ്. ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ മെർക്കുറി വേപ്പർ ഡിസ്ചാർജ് ലാമ്പാണ്. ദേ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂറസെന്റ് ടു എമിറ്റ് വിസിബിൾ ലൈറ്റ്. സോ ഇതിൽ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിങ്ങനെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഫ്ലൂറസെന്റ് ട്യൂബിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് മെർക്കുറി വേപ്പേഴ്സ് എന്ത് സംഭവിക്കും? എക്സൈറ്റഡ് ആവും. എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? UV റേസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ UV റേസ് എന്ത് ചെയ്യും? ഈ ട്യൂബിനകത്ത് ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ട്, അതിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് അത് ഗ്ലോ ചെയ്യാനായിട്ട് കാരണമാകുന്നു. സോ ആ രീതിയിലാണ് ഇതിൽ വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മെർക്കുറി വേപ്പർ എക്സൈറ്റഡ് ആയിട്ട് UV റേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ UV റേസ് ഫോസ്ഫറസ് കോട്ടിങ്ങിൽ പോയി ഹിറ്റ് ചെയ്തിട്ടായിരിക്കും ഗ്ലോ ഉണ്ടാകുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലൂമിനസ് എഫിഷ്യൻസി ആണ്, ലോങ് ലൈഫാണ്, കോസ്റ്റ് കുറവാണ്, അതുപോലെ തന്നെ ഹീറ്റ് ഔട്ട്പുട്ടും വളരെയധികം കുറവാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മളൊരു ചോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചോക്ക് കാരണം മാഗ്നറ്റിക് ഹം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ നമ്മൾ ചെറിയ വോൾട്ടേജിനുമായിട്ട് തന്നെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഫിറ്റിംഗ്സ് വേണ്ടി വരുന്നു. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ലാർജ് ഏരിയയിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം ആയിട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ലാർജ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യൂണിഫോം ആയിട്ട് ലൈറ്റ് ലെവലിൽ പ്രൊഡ്യൂസ് സാധിക്കുന്നത്. അതിന് എഫക്റ്റീവ് ലൈറ്റനിങ്ങുമാണ്. സോ നമുക്ക് കൊമേഴ്സ്യലായിട്ടായിരിക്കും, ഡൊമസ്റ്റിക് ആയിട്ടും ക്ലാസ് റൂമിലായിട്ടും എല്ലാ സ്ഥലത്തും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാമ്പാണ് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ മോർ ലാമ്പ് കൂടെ നോക്കാനുണ്ട്. നമുക്ക് നോക്കാനാണ് CFL കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഒരു ടൈപ്പാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അയനൈസേഷൻ ഓഫ് ഗ്യാസ് ബൈ ഇലക്ട്രിക് കറണ്ട് ആണ്. ഗ്യാസ് ഡിസ്ചാർജ്, അയനൈസേഷൻ ഓഫ് ഗ്യാസ് ബൈ ഇലക്ട്രിക് കറണ്ട് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിൽ വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ റെസിഡൻഷ്യൽ ആയിട്ടും കൊമേഴ്സ്യൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി എഫിഷ്യൻ്റ് ആണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെയധികം കുറവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി വളരെയധികം കുറച്ച് മതി. പിന്നെ നമ്മൾ ഹീറ്റ് കമ്പാരിറ്റീവ്ലി ഇൻകാൻഡസൻ ബൾബിനെ കുറിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എഫിഷ്യൻ്റ് ആണ്, ഒരു സ്റ്റാർട്ടിങ് ഗിയറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. തന്നെ ഡിസഡ്വാൻറ്റേജ് ലോങ് ലൈഫ് സ്പാനും ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വാങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുള്ളെങ്കിലും ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് മെർക്കുറി കണ്ടന്റ് ഉണ്ട്. സോ ഈ മെർക്കുറി കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല. ദെൻ ഒരുപാട് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് CFL ഫെയിൽ ആയി പോകും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇൻകാൻഡസൻ ലൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ടൈമർ സ്വിച്ചിലൊക്കെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെയൊക്കെ കോമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ CFL അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് CFLന്റെ ലൈഫ് സ്പാനിന് അത് കാരണം റെഡ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. സോ ഈ മൂന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ടൈപ്സ് ഓഫ് ലൈറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നമ്മുടെ മോഡ്യൂൾ 8ന്റെ ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രം പറഞ്ഞു കൊടുത്തുള്ള ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് കണ്ടത്. സോ താങ്ക് യു.